വയനാട്ടിൽ കാപ്പി വിളവെടുപ്പ് ആരംഭിച്ചെങ്കിലും കഴിഞ്ഞ തവണത്തെ വില ലഭിക്കാത്തത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. കോവിഡ് മൂലം കയറ്റുമതി നിലച്ചതോടെ വയനാട്ടിലെ കാപ്പിയുമായി ബന്ധപ്പെട്ട സംരംഭകരും ദുരിതത്തിലായിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഉണ്ടക്കാപ്പിക്ക് കിലോയ്ക്ക് 90 രൂപ ലഭിച്ചിരുന്നെങ്കിൽ ഇത്തവണ വില 70 മാത്രമാണുള്ളത്. 150 രൂപ വിലയുണ്ടായിരുന്ന കാപ്പിപ്പരിപ്പിന് ഇപ്പോൾ ലഭിക്കുന്നത് 125 രൂപ മാത്രമാണ്. കാലാവസ്ഥയിലുണ്ടായ മാറ്റം മൂലം കാപ്പിയുടെ വിളവിലും ഇത്തവണ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ട്. കാപ്പി ഗ്രേഡ് ചെയ്ത് കയറ്റുമതി ചെയ്യുന്നതിനായി പുൽപ്പള്ളി സുരഭി കവലയിൽ ആരംഭിച്ച സ്പൈസസ് വില്ലേജ് അടക്കമുള്ള സ്ഥാപനങ്ങൾ കോവിഡിനെ തുടർന്ന് കയറ്റുമതി നിലച്ച് കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങൾ ഇവിടെ പ്രവർത്തിക്കാതെ കിടക്കുകയാണ്. ITC, ഇകോം തുടങ്ങിയ വൻകിട കമ്പനികൾ വയനാടൻ കോഫിക്കായി ഇവിടെ നിന്നും ഗ്രേഡ് ചെയ്ത കാപ്പിപ്പരിപ്പ് കൊണ്ടുപോകാറുണ്ടായിരുന്നു. ഇടനിലക്കാർ മുഖേന നെസ്ലെ പോലുള്ള വൻകിട കമ്പനികളും പരിപ്പ് കൊണ്ടുപോയിരുന്നു. കോവിഡിനെ തുടർന്ന് ഈ കമ്പനികളൊന്നും ഇപ്പോൾ കാപ്പിപ്പരിപ്പ് എടുക്കുന്നില്ലെന്ന് സ്പൈസസ് വില്ലേജിന്റെ ഉടമകളായ മാത്യു ഉണ്ണിപ്പള്ളിയും മകൻ ആൽബിൻ മാത്യുവും പറയുന്നു. കാപ്പി കർഷകർ ഇന്ന് പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും അടിക്കടി വില കുറയുന്നതുകൊണ്ട് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. സർക്കാർ വേണ്ട രീതിയിൽ ഈ കാപ്പി കർഷകരുടെ ആവശ്യങ്ങൾ നിറവേറ്റാതെ അനങ്ങാപ്പാറ നയം നടിക്കുന്നതുകൊണ്ട് ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുകയാണ്. ഇവിടെ വയനാട്ടിലെ കാപ്പി കർഷകർ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞും വില വളരെ കുറഞ്ഞ് ഈ കൊല്ലം ഏതാണ്ട് 125 രൂപ വിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഏതാണ്ട് 150 രൂപയോളം വില കിട്ടിയിരുന്ന കാപ്പിക്ക് ഇന്ന് 125 രൂപ മാത്രമാണ് വില. 90-95 രൂപ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് അന്ന് ഇതുപോലെ തന്നെ കൂലിച്ചെലവില്ലായിരുന്നു. കൂലിച്ചെലവൊക്കെ വളരെ കുറവ്. എന്നാൽ ഇന്ന് കൂലിച്ചെലവ് വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കർഷകരുടെ കടങ്ങൾ അടിക്കടി കൂടിക്കൊണ്ടിരിക്കുന്നു. കർഷക പ്രതിസന്ധി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കൃഷിക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ വിപണിയിൽ ഇറങ്ങിക്കൊണ്ട് മാർക്കറ്റ് ഇൻവെൻഷൻ സ്കീം പ്രകാരം കർഷകരെ സംരക്ഷിക്കുവാൻ സർക്കാർ തയ്യാറാകണം. സർക്കാർ കാപ്പി അധിക വില കൊടുത്ത് സംഭരിച്ചുകൊണ്ട് കൃഷിക്കാരെ സഹായിച്ചില്ല എങ്കിൽ പല കർഷകരും ആത്മഹത്യയിലേക്ക് പോകുന്ന സ്ഥിതിയാണ് ഇപ്പം നിലവിലുള്ളത്. ഞാൻ ഒരുപാട് മറ്റ് വ്യവസായികളുടെയും അതുപോലെ തന്നെ മറ്റ് കച്ചവടക്കാരുടെയും ചൂഷണത്തിന് ഇരയായിട്ടുണ്ട്. എന്നെപ്പോലെ നിരവധിയായ കർഷകർ. അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാനിപ്പോൾ ഒരു തൊഴിൽ സംരംഭം എന്ന രീതിയിൽ വയനാട് സ്പൈസ് വില്ലേജ് എന്നൊരു സ്ഥാപനം തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷിക്കാർക്ക് മാർക്കറ്റ് വിലയെ കഴിഞ്ഞും കൂടുതൽ വില കിട്ടിക്കൊണ്ട് കർഷകരെ ചൂഷണത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ്. ഇപ്പോൾ ഒരു കർഷകൻ സാധാരണ രീതിയിൽ അവരുടെ ഉൽപ്പന്നം വിൽക്കുന്നത് നേരിട്ട് കച്ചവടക്കാർക്ക് കൊടുക്കുകയും ആ കച്ചവടക്കാർ അധിക വില കൊടുത്തുകൊണ്ട് വേറെ അടുത്ത കച്ചവടക്കാർക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ ആ കച്ചവടക്കാരാണ് മറ്റ് കയറ്റി അയക്കുന്നവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ 2-3 മറിഞ്ഞതിന് ശേഷമാണ് ഒരു കയറ്റുമതിക്കാർക്ക് അവിടെ അടുത്തേക്ക് വരുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർക്ക് നേരിട്ട് കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ചുകൊണ്ട് വിദേശ രാജ്യത്തേക്ക് കയറ്റി അയക്കാനുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഭാവിയിലെ ഇവിടെയുള്ള കർഷകർക്കെല്ലാം ഒരുപാട് നേട്ടം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാപ്പിപ്പരിപ്പ് കയറ്റുമതി ചെയ്യുമ്പോൾ കോവിഡിന് മുൻപ് വരെ കിലോയ്ക്ക് 4 രൂപ വരെ സബ്സിഡി ലഭിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ലഭിക്കുന്നില്ല. ഇങ്ങനെ സബ്സിഡിയായി ലഭിച്ചിരുന്ന തുക കാപ്പി നൽകിയിരുന്ന കർഷകർക്ക് നൽകാറുണ്ടായിരുന്നു. ഇപ്പോഴത് സാധിക്കുന്നില്ല. വയനാട് ഡെസ്ക്, സമയം മലയാളം.